ഇന്നലെ വോട്ട് കവല ചർച്ചയിൽ കയ്യാങ്കളിയിൽ വരെ കാര്യങ്ങളെത്തി. എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, ആർഷോയുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച്, ആർഷോയുടെ പെരുമാറ്റത്തെ സംബന്ധിച്ചും സംസ്കാരത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? സ്വന്തം ആശയത്തോട് അല്ലെങ്കിൽ ഈ ആദർശത്തോട് നിൽക്കുന്ന AISFൻ്റെ ഒരു സഹപ്രവർത്തകയോട് എന്താ പറഞ്ഞത്? തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരും, മാറി നിൽക്കടി, തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരും. ആ ആർഷോയിനെ വെള്ളപൂശാനായിട്ട് CPMൻ്റെ ജില്ലാ സെക്രട്ടറി എത്ര വെള്ളയടിച്ചാലും അത് വെള്ളപൂശലാവില്ല. പിന്നെ ആരാണ് ഗുണ്ട എന്നുള്ള പാലക്കാട്ടുകാർക്ക് അറിയാം. ആരാണ് ഗുണ്ടകളെ സംരക്ഷിക്കണമെന്നും ആരാണ് ഇത്തരം മാഫിയകൾക്ക് പിന്നിലുള്ളതെന്നൊക്കെ പാലക്കാട്ടിലെ ജനങ്ങൾക്കറിയാം. പിന്നെ എടോ പ്രശാന്ത് ശിവ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് വരാൻ പ്രശാന്ത് ശിവ എന്നല്ല ഒരു BJPയുടെ ആളുകൾ നിൽക്കില്ല. മാന്യമായിട്ട് ഇങ്ങോട്ട് പെരുമാറിയാൽ 4 മടങ്ങ് മാന്യമായിട്ട് അങ്ങോട്ട് പെരുമാറും. ഇങ്ങോട്ട് അപമര്യാദയായിട്ട് പെരുമാറിയാൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പെരുമാറും. ഞങ്ങൾ അങ്ങനെ പേടിച്ച് പെരുമാറുമൊന്നുമില്ല. CPMൻ്റെ എല്ലാ കാലത്തെയും നയം ഇതാണ്. ഏത് ഇലക്ഷൻ സമയത്താണ് സംഘർഷം ഉണ്ടാക്കാതിരിക്കണവർ? എല്ലാ ഇലക്ഷൻ സമയത്തും ചാനലുകൾ നടത്തുന്ന ഇത്തരം ചർച്ചകളിൽ ബോധപൂർവ്വം സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുക, ഗുണ്ടകളെ കൊണ്ടുവന്ന് അവിടെ സംഘർഷം ഉണ്ടാക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ആലത്തൂരും എല്ലാം ഉണ്ടായതെന്താ? എതിരാളികളെ കസേര എടുത്ത് അടിക്കുക, എതിരാളികളെ സംസാരിക്കാൻ അനുവദിച്ചിരിക്കുക, മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുക, ഇതെല്ലാം നടന്നതല്ലേ? അതുകൊണ്ട് ഇങ്ങോട്ട് എങ്ങനെയാണ് ആരാ തുടങ്ങി വെച്ചത്? എടോ പ്രശാന്ത് ശിവ എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു CPMൻ്റെ നേതൃത്വത്തെ. നിങ്ങൾ 10 സീറ്റ് പാലക്കാട് നഗരസഭയിൽ 10 തികച്ചാൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കാം. 7ന്റെ എത്രത്തോളം താഴോട്ട് പോകുന്നു നിങ്ങൾ നോക്കിക്കും. ഈ പ്രശാന്ത് ശിവൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ മാത്രമാണ് സംഘർഷം ഉണ്ടാകുന്നത്. ബാക്കി BJPയുടെ ആര് പങ്കെടുക്കുമ്പോഴോ ഇത്തരത്തിൽ ചർച്ചയിൽ സംഘർഷം ഉണ്ടാവുന്നില്ല. അതെന്താ കാരണം? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ ആർഷോ എന്തുകൊണ്ടാണ്? കാരണം പ്രശാന്ത് ശിവൻ നിങ്ങളുടെ ടാർഗറ്റാ. പ്രശാന്ത് ശിവനെ പോലുള്ള ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ പാലക്കാട് ജില്ലയുടെ അധ്യക്ഷനായി വന്നതോടുകൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക നില തെറ്റി. കാരണം ഭാരതീയ ജനതാ പാർട്ടി ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ തോതിൽ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായി. നിങ്ങളുടെ ടാർഗറ്റാണ് പ്രശാന്ത് ശിവൻ. പ്രശാന്ത് ശിവനെ നിങ്ങൾക്ക് തൊടാൻ ഞങ്ങൾ വിട്ടുതരില്ല. പ്രശാന്ത് ശിവനെതിരായിട്ടുള്ള നിങ്ങളെ സൈബർ ആക്രമണത്തെയും അല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് നിങ്ങൾ മുതിർന്നാൽ ഞങ്ങൾ ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കും, യാതൊരു സംശയവുമില്ല.